ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അമ്മമാരായ എല്ലാവരും തന്നെ നിങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും മുരുക ക്ഷേത്രത്തിൽ, വേലായുധ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നിർബന്ധമായും കൊണ്ടുപോകണം. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ കുട്ടികളെ വേലായുധ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിരിക്കണം. ഇനി അടുത്തെങ്ങും വേലായുധ സ്വാമിയുടെ ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവരെ കൊണ്ട് വേലായുധ സ്വാമിയുടെ നാമങ്ങൾ ജപിപ്പിക്കണം. പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ, അല്പം ദൂരെയാണെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ അവരെ വേലായുധ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അക്കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ. അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അവർ ഗർഭിണിയാകുന്ന അവരുടെ ആദ്യത്തെ മാസങ്ങളിൽ നിർബന്ധമായും നിങ്ങൾ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്തിരിക്കണം. ഈ കാര്യം ഒരു നിഷ്ഠയായി നിങ്ങൾ വിചാരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചിട്ട്, ഇത്രയും നിർബന്ധമായിട്ട് ഈ കാര്യം പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം വേലായുധ സ്വാമിക്ക് അമ്മ പാർവതീദേവി ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതായത്, നിന്നെ പ്രാർത്ഥിക്കാനായിട്ട് നിൻ്റെ മുമ്പിലേക്ക് ഏതൊരു ഗർഭവതിയാണോ വരുന്നത്, ആ ഗർഭവതിയുടെ കുട്ടി, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ കുട്ടിയെ പൂർണ്ണ ആരോഗ്യവതിയും ആരോഗ്യവാനുമാക്കി തീർക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ അങ്ങനെ ചെയ്യണം എന്ന് അമ്മ മകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ ഈ ആഗ്രഹപ്രകാരം തൻ്റെ മുമ്പിൽ വരുന്ന ഗർഭിണികളെ സ്വാമി പരിരക്ഷിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഭഗവാന്റെ മുമ്പിൽ വരുന്ന ഗർഭിണിയുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഒരു മിസ്കാരേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഭഗവാൻ വിധിച്ചതാണ്. കാരണം ആ കുട്ടി പിറക്കേണ്ടുന്ന കുട്ടിയല്ല, പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കും ആ കുടുംബത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഭഗവാൻ അത് മാറ്റിയതാണ്. അങ്ങനെയും ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് സൽസന്താനങ്ങൾ ഉണ്ടാകും, ആരോഗ്യപൂർണമായ ഒരു കുട്ടി ഉണ്ടാകും. എന്തെങ്കിലും കാരണവശാൽ ആ കുട്ടി ജനിക്കുമ്പോൾ ആരോഗ്യത്തോടു കൂടി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാപത്തുണ്ടാക്കുന്ന കുട്ടി, നാടിനും വീടിനും ഒക്കെ ആപത്തുണ്ടാക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഭഗവാൻ ഒരു പക്ഷേ ആ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കാം, അതല്ലെങ്കിൽ ആരോഗ്യം പ്രദാനം ചെയ്യാം. ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അതായത് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ. അതായത് ഒരു ഗർഭിണി നിർബന്ധമായും വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. കാരണം സൽസന്താനങ്ങൾ ഉണ്ടാകുന്നതിനും ആരോഗ്യമുള്ള ഒരു ഉണ്ണി പിറക്കുന്നതിനും ഗർഭകാലത്ത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്നതിനും നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് നല്ല ഒരു ജാതകം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഗർഭിണി നിർബന്ധമായും ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് മകനോട്, ഗർഭിണിയെ സംരക്ഷിക്കുക, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ സംരക്ഷിക്കുക. നല്ല ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് അമ്മ മകനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഗർഭിണി വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. അവരുടെ ഗർഭകാലത്തിലെല്ലാം തന്നെ അവരുടെ പ്രാർത്ഥനയിൽ
വേലായുധ സ്വാമിയെ ഉൾപ്പെടുത്തണം. കാരണം സന്താനങ്ങളിലൂടെയാണ് നമ്മുടെ തലമുറകൾ മുമ്പോട്ട് പോകുന്നത്. അവർക്ക് ആപത്തൊന്നും കൂടാതെ ഇരിക്കണം. നമ്മുടെ പേരിന് കളങ്കം അവർ വരുത്തരുത്. അവരുന്നത സ്ഥാനങ്ങളിൽ സമൂഹത്തിലെ നല്ല ഒരു പൊസിഷനിലെത്തുകയും, അതായത് ജോലി കൊണ്ട് മാത്രമല്ല, അവരുടെ സ്വഭാവം കൊണ്ടും മറ്റു പെരുമാറ്റങ്ങളെല്ലാം കൊണ്ട് തന്നെ അവർ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി എല്ലാവരും നല്ലത് പറയണം. അവർക്ക് നല്ല ജീവിതമുണ്ടാകണം. അതിനുവേണ്ടി നിർബന്ധമായും ഗർഭിണികൾ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള അമ്മമാർ നിർബന്ധമായും അവരുടെ പെൺകുഞ്ഞുങ്ങളെ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുവരണം. കാരണം വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന പെൺകുട്ടികൾക്ക് നല്ല അഴകുണ്ടാകും, നല്ല സൗന്ദര്യമുണ്ടാകും, അവർക്ക് നല്ല കുടുംബജീവിതമുണ്ടാകും. അവരുടെ എന്തെങ്കിലും ദോഷങ്ങൾ, മുൻജന്മ ദോഷങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയിൽ കൂടി ആ ദോഷങ്ങൾ മാറി പെൺകുട്ടികൾക്ക് വളരെയധികം ഐശ്വര്യപൂർണമായൊരു ജീവിതമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുള്ള അമ്മമാർ അവരുടെ പെൺകുട്ടികളെ നിർബന്ധമായും വേലായുധ സ്വാമി ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുവരണം. ആൺകുട്ടികളെയും കൊണ്ടുവരണം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അതെടുത്തു പറയുന്നു. മക്കളെ കൊണ്ടുവരണം. നമുക്ക് ആണായാലും പെണ്ണായാലും കൊണ്ടുവരണം, പ്രാർത്ഥിപ്പിക്കണം. പ്രത്യേകിച്ച് എടുത്തു പറയുന്നു പെൺകുട്ടികളെ. കാരണം പെൺകുട്ടികളുടെ ജീവിതം വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്ര ദുഷിച്ച കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കളെ നിർബന്ധമായും അമ്മമാർ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുവരണം. അതുപോലെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നുള്ള ആക്രമണത്തിന് വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം ഉത്തമമാണ്. കാരണം പല കുട്ടികളും പഠിക്കില്ല. പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, സ്കൂളിൽ പൊക്കോണ്ടിരുന്ന, കൃത്യമായി സ്കൂളിൽ പൊക്കോണ്ടിരുന്ന കുട്ടികൾ, നല്ല മാർഗം മേടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഉഴപ്പാൻ തുടങ്ങും. അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ നല്ല ബഹുമാനമുണ്ടായിരുന്ന കുട്ടികൾ പെട്ടെന്ന് താന്തോന്നികളായി മാറും. മടി, ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തു ചെയ്താലും വിജയിക്കത്തില്ല. കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടിൽ പെടുന്നു, ചീത്ത സ്വഭാവങ്ങളിലേക്ക് പോകുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയുടെ, ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ, നമ്മൾ പറയും കലിബാധ. ഈ കലിയുഗത്തിലുള്ളതാണ് കലിബാധ. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം അങ്ങേയറ്റം ഉത്തമമാണ്. നമ്മൾ പറയും ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്നല്ലേ. മഹാവിഷ്ണുവിനെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? മോക്ഷം. പ്രധാനമായും നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ജനന മരണങ്ങളിൽ നിന്നും, ആ ചക്രങ്ങളിൽ നിന്നും മോചിതനാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നത്. കാരണം നമുക്കൊരു സമാധാനമുണ്ടാകണം, നമ്മുടെ ജീവിതം സ്വസ്ഥമായി പോകണം. മരണശേഷം ഇനി നമുക്ക് ജനിക്കണ്ട, സർവേശ്വരൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകണം, സർവേശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് ലയിക്കണം. മോക്ഷമാണ് ഒരു ഹിന്ദുമത വിശ്വാസിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? ലൗകിക ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അങ്ങനെ ഓരോ ദേവതകളെയും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് മനുഷ്യൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബഹുദൈവ വിശ്വാസികളായി തീർന്നത്. നമ്മൾ ഏകദൈവ വിശ്വാസികളല്ല. നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, അമ്മായിയുണ്ട്, അമ്മാവനുണ്ട്, ചിറ്റയുണ്ട്, ഒക്കെ ഉണ്ടല്ലേ, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. ഇവരൊക്കെ
നമ്മുടെ രക്ഷകർത്താക്കളുടെ രൂപത്തിലാണ് അല്ലേ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഓരോരുത്തരെയും നമ്മൾ ആശ്രയിക്കുന്നത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അച്ഛനെ ആശ്രയിക്കുന്ന ആ ഒരു കാര്യങ്ങളായിരിക്കില്ല ഒരുപക്ഷെ നമ്മൾ അമ്മയെ ആശ്രയിക്കുന്നത്. അമ്മയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല അച്ഛനോടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൂപ്പനെയും അമ്മുമ്മയും നമ്മൾ മറ്റ് ചില ആശ്രയങ്ങളായിരിക്കും അവരോട് നമ്മൾ കാണിക്കുന്നത്. അവർ നമുക്ക് തരുന്നതും വേറെ ചില വാത്സല്യങ്ങളായിരിക്കും. അച്ഛനും അമ്മയും നമ്മളോട് കാണിക്കുന്ന വാത്സല്യമായിരിക്കത്തില്ല അപ്പൂപ്പനും അമ്മുമ്മയും കാണിക്കുന്നത് അല്ലേ. ആ വാത്സല്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാവർക്കും നമ്മളോട് സ്നേഹമുണ്ട്. ഈ എല്ലാവരെയും നമുക്ക് ആവശ്യമാണ്. എല്ലാവരും കൂടി ചേരുന്നതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ നമുക്ക് വേണം. കാരണം അവരിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അച്ഛൻ്റെ സ്നേഹമല്ല അമ്മയുടെ സ്നേഹം. സ്നേഹങ്ങൾക്ക് വ്യത്യാസമുണ്ട്, സ്നേഹപ്രകടനങ്ങൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ. പക്ഷെ അച്ഛനും വേണം അമ്മയും വേണം. അവരെല്ലാവരും നമ്മുടെ രക്ഷകർത്താക്കളാണ്. ഈ സ്നേഹമൊന്നും ആയിരിക്കുകയില്ല നമ്മുടെ കൂടപ്പിറപ്പങ്ങൾക്ക് നമ്മളോടുള്ളത്. അതൊന്നും ആയിരിക്കത്തില്ല അമ്മാവനും അമ്മായിക്കും ചിറ്റയ്ക്കും ഒക്കെ ഉള്ളത്. പക്ഷേ ഇവരെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒരു വലിയ കുടുംബം ഉണ്ടാകുന്നത്. അതുപോലെയാണ് നമ്മുടെ ബഹുദൈവ വിശ്വാസ ആരാധനയുടെ ഒരു രീതിയും. കാരണം ഈ ദേവതകളെ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരെല്ലാം നമുക്ക് വേണം. കല്ലിനെയും മണ്ണിനെയും പൂക്കളെയും പുഴയെയും ഒക്കെ ആരാധിക്കുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കണക്കാക്കാറില്ല. എല്ലാത്തിനും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേലായുധ സ്വാമിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ അസുരഗണത്തിൽപ്പെട്ട ആളുകൾ അവർ നിർബന്ധമായും വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർ ഷഷ്ടിവ്രതം എടുത്ത് തന്നെ പ്രാർത്ഥിച്ചോളൂ. മക്കളുള്ള അമ്മമാർ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ആയാലും പെൺകുട്ടികളുടെ ആയാലും, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ആൺകുട്ടികൾക്ക് നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നതിന്, നല്ല ജോലി ലഭിക്കുന്നതിന്, സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. പെൺകുട്ടികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള നല്ല ഒരു തൊഴിലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഒരു സൽപ്പേര് അവർക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നിങ്ങൾ വേലായുധ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കണം. കുട്ടികളെ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകണം. കാരണം മക്കളാണ് നമ്മുടെ ധനം. അത് പ്രത്യേകമായി ഓർക്കുക. നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും, നമുക്കിപ്പോൾ നല്ല ജോലി കാണും, നല്ല സമ്പത്ത് കാണും, നമുക്ക് നല്ല പേരും പ്രശസ്തിയൊക്കെ കാണും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടും എന്താണ് പ്രയോജനം? അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും തന്നെ ഷഷ്ടിവ്രതം എടുക്കണം. അതുപോലെ വേലായുധ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. വർഷത്തിലൊരിക്കലെങ്കിലും പഴനി ക്ഷേത്ര ദർശനം നടത്തണം. എല്ലാവരും നാമം ജപിക്കണം. ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.